ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. അത് ആരാധക പിന്തുണയുടെ കാര്യത്തിലാണെങ്കിലും സക്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹിസ്റ്ററിയുടെ കാര്യങ്ങളിലാണെങ്കിലും എങ്ങനെ പോയി കഴിഞ്ഞാലും മോഹൻ ബഗാൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെയധികം വലുത് തന്നെയാണ്. സോ അവരുടെ ടീമിൽ ഇങ്ങനെ ഒരു സക്സസ്സിന് കാരണമെന്ന് പറയുന്നത് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ ടേക്കിംഗ് കപ്പാസിറ്റി തന്നെയാണ്. പലപ്പോഴും അവർ ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ടീമിന് സക്സസ്സിന് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജുവാൻ ഫെറാൻഡോ എന്ന് പറയുന്ന പരിശീലകൻ്റെ കീഴിൽ അവർ ട്രോഫി നേടുന്നു. തൊട്ടടുത്ത സീസണിൽ ആദ്യത്തെ 5 മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം വിജയിക്കുന്നു. പിന്നീട് വന്നൊരു 3 മത്സരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വെറും 3 മത്സരം തോറ്റു എന്ന പേരിൽ ആ ഒരു പരിശീലകനെ സാക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരുപാട് കടുത്ത തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് പലപ്പോഴും മുഖം നോക്കാതെ തന്നെ എത്ര സ്റ്റാർ പ്ലെയർ ആണെങ്കിൽ പോലും ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻപിൽ തന്നെയാണ്. സോ അവരുടെ കഴിഞ്ഞു പോയൊരു സീസണിൽ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു താരമായിരുന്നു ഗ്രെഗ് സ്റ്റുവർട്ട് എന്ന് പറയുന്നത്. മുംബൈ സിറ്റി FC-യിൽ നിന്നുമായിരുന്നു അവരുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് താരത്തിന്. പല മത്സരങ്ങളും ഗ്രെഗ് സ്റ്റുവർട്ടിന് ചില പരിക്കുകൾ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ വരാൻ പോകുന്ന സീസണിൽ അവർ ഒരു പക്ഷേ അദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകളില്ല. അതായത് അദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ അദ്ദേഹം പുറത്താവും, അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കുമെന്നൊരു കാര്യം നിലവിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ആ ടീം മാനേജ്മെൻറ്റിന് അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ ടീമിലേക്ക് എത്തിക്കണം എന്നത് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അവരുടെ ടോപ്പ് ലിസ്റ്റിൽ നിലവിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയാണ് എന്നിങ്ങനെ തരത്തിലുള്ള ഒരുപാട് റൂമറുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബിലെ തന്നെ ഏറ്റവും മികച്ച താരം ആണ് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL-ൻ്റെ 8ാം സീസൺ തൊട്ട് അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ള ഫോറിൻ താരം ഇദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള താരമാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള വിദേശ താരങ്ങളിൽ ഒരാളുമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെക്കോർഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോഫി ഇല്ലായ്മ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് പ്ലേ ഓഫിൽ കയറുവാനായിട്ട് ബുദ്ധിമുട്ടിയ ഒരുപാട് ടൈമും ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 4ഓളം സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ കീഴിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ISL-ൻ്റെ 8ാം സീസണിൽ ഫൈനൽ വരെ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ബ്ലാസ്റ്റേഴ്സിന് മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ആ ഒരു സീസണിലെ കപ്പ് നഷ്ടപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കുവാനാണ് മോഹൻ ബഗാൻ്റെ ശ്രമം എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെ പകരക്കാരനായിട്ടാണ് എത്തിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നതെന്നും കേൾക്കുന്നുണ്ട്. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫറുകൾ നൽകിയെന്നും അറിയുന്നുണ്ട്. സോ മോഹൻ ബഗാന് ഒരു നല്ലൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്താണെങ്കിൽ പോലും താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് തയ്യാറാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ISL-ൽ അത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ISL-ൽ നേടിയിട്ടുണ്ട്. കഴിഞ്ഞു പോയൊരു സീസണിലാണെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എത്രമാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ നിന്നും വ്യക്തമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് താരത്തിന് 2027 വരെയാണ് കരാറുള്ളത്. അതായത് വരാൻ പോകുന്ന സീസണിലും താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുവാനായിട്ടുള്ള കരാറ് ഉണ്ട്. അത് കഴിഞ്ഞു പോയ മുമ്പത്തെ സീസൺ തുടങ്ങിയ മുമ്പ് തന്നെ ആ ഒരു കാര്യം 2026 വരെ അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ മോഹൻ ബഗാന് ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫീ കൃത്യമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷനും ഈ ഒരു കാര്യത്തിൽ വലുതാണ്. അതുമാത്രമല്ല ലൂണ ഇതുവരെ ഈ ഓഫറുകൾക്കൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. സോ ലൂണയുടെ ഡിസിഷനും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ലൂണയ്ക്ക് മോഹൻ ബഗാൻ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ താരങ്ങളുടെയും പെർസ്പെക്റ്റീവാണ് താൻ ഏത് ടീമിൽ ഏത് ലീഗിൽ കളിക്കണം എന്നൊക്കെ തന്നെ ഉള്ളത്. സോ ഒരു പക്ഷേ ലൂണ അതാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കൊന്നും ചെയ്യേണ്ട സാധ്യതയില്ല. പക്ഷേ ലൂണ ഇതുവരെ ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് തന്നെ, അതായത് ISL-ൽ പല പ്രമുഖ ക്ലബ്ബുകളും മുൻപ് തന്നെ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ISL-ൻ്റെ 9ാം സീസണിൽ തന്നെ FC ഗോവ മുതലായിട്ടുള്ള മുംബൈ സിറ്റി, അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ISL-ൽ തന്നെയുള്ള പല ക്ലബ്ബുകളും താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ താരം നോയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകും എന്ന് ആരാധകർ ചിന്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്
ഈ ഒരു ലാസ്റ്റ് ഈ ഒരു സീസണിലെ അദ്ദേഹത്തിനോട് ഈ ഒരു സീസണിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അദ്ദേഹം തുടരുമെന്നൊരു കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത നൽകിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനാൽ തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതലും സ്പ്രെഡ് ആവുന്നത്. സോ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വരാൻ പോകുന്ന സീസണ് മുന്നോടിയായിട്ട് തന്നെ ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്നതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്രെഗ് സ്റ്റുവർട്ടിന് പകരക്കാരനായിട്ട് മോഹൻ ബഗാൻ താരത്തെ, അതായത് അഡ്രിയാൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. സോ എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇതിലൊരു ഫ്ലോപ്പ് ഡിസിഷൻ എടുക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.